ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മല്ലൂടെക്കബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇവ കേട്ട് എല്ലാവരും കട്ട പോസ്റ്റ് അടിച്ചിരിക്കും. അപ്പോൾ അതിനൊക്കെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു ഗെയിമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ ബീൻ ഒരു ഗെയിം കളിക്കുന്നത്. ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ വേറെ റിംഗ് ഒക്കെ കടത്തിയിട്ടിട്ട്, ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടെ റിംഗ് ഒക്കെ കടത്തിയിട്ടിട്ട് ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കമ്പി തമ്മിൽ ടച്ച് ആയിക്കണേ ബസറൊക്കെ അടിക്കണേ. അപ്പോൾ ആ ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം മതി, നമ്മുടെ വീട്ടിലുണ്ടാവണ കുറച്ച് സാധനം മാത്രം മതി ഈ ഒരു ടോയ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക്. നമുക്ക് ഈ ടോയ് ഉണ്ടാക്കാൻ ആദ്യമായി വേണ്ടത് ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണമാണ്. ഇപ്പോൾ ഇതൊരു മുക്കാൽ മീറ്ററോളം നീളത്തിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലൊരു കമ്പിയാണ് ആവശ്യം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എർത്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മീറ്റർ നീളത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലെയർ വെച്ച് ഇതിൻ്റെ 2 അറ്റങ്ങളും ഇതുപോലെ ഒന്ന് ബെൻഡാക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതുപോലത്തെ 2 സ്ക്രൂകളും അതിൻ്റെ വാഷറുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇത് ഉറപ്പിക്കാനായി ഈ മരത്തിൻ്റെ ഏകദേശം ഈ ഭാഗത്തായി സ്ക്രൂ വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ അപ്പുറത്തെ സൈഡും സ്ക്രൂ ചെയ്യാനായി ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ബെൻഡാക്കി വെച്ചിരിക്കുന്ന കമ്പി എടുത്ത് ഈ ഹോളുകളിൽ വെച്ച് നന്നായി സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. അതിനു മുമ്പ് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം കമ്പി എടുത്ത് ഇത് പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി ബെൻഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത് ഈ കമ്പിയുടെ ഉള്ളിലൂടെ ഒന്ന് കടത്തി വെച്ച് കൊടുക്കാം.
ഫ്രണ്ട്സ്, അതിനുശേഷം നമുക്ക് ഈ കമ്പി നന്നായി സ്ക്രൂ ചെയ്ത് ഈ മരത്തിൽ ഉറപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബസറാണ്. നമ്മുടെ വാഹനങ്ങളിൽ ഇൻഡിക്കേറ്ററിനൊക്കെ ഉപയോഗിക്കുന്ന ബസറാണിത്. ഈ ബസറിന് ഏകദേശം ഒരു 30 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ ബസർ നമുക്ക് സ്പെയർ പാർട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ ലഭിക്കും. നമുക്കിതൊന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടത് ഒരു 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അതും നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ അവസാനമായി നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചാണ്. അതും ഇതിലൊന്ന് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മളിതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പണി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു നീളത്തിലൊരു വയറെടുക്കുക. ആ വയറെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നമ്മൾ ചെറിയൊരു കമ്പി അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വെച്ചിരുന്നില്ലേ, ആ കമ്പിയിലൊന്ന് ചുറ്റി കൊടുത്ത് ഒന്ന് നന്നായി ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തൊരു ഹാൻഡിലിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയൊരു പേനയുടെ ഒരു ഓടയാണ്. ഓട എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഇതിനുള്ളിലൂടെ ഒന്ന് കടത്തി വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചുറ്റി നല്ല ഭംഗിയിലാക്കി എടുക്കാം.
ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ടത് 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കണക്ടറാണ്. അത് നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളിതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബസറിൽ നിന്ന് വരുന്ന റെഡ് വയർ ബാറ്ററിയുടെ റെഡ് വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബസറിൻ്റെ ബ്ലാക്ക് വയർ എടുത്ത് അത് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബെൻഡ് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ കമ്പിയുടെ താഴത്തേക്കാണ് നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബാറ്ററിയിൽ നിന്നുള്ള ബ്ലാക്ക് വയർ നമ്മുടെ സ്വിച്ചിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാൻഡിലേക്ക് കൊടുത്ത ബ്ലാക്ക് വലിയ വയർ ഉണ്ടായിരുന്നല്ലോ, ആ വയറെടുത്ത് നമ്മുടെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടോയ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹാൻഡിൽ പിടിച്ച് ഇതുപോലെ ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ കൊണ്ടുപോകണം. എത്രത്തോളം പറ്റുമെന്നറിയില്ല, കൊണ്ടുപോയി നോക്കേണ്ടതായി. അപ്പം ഞാൻ ഉണ്ടാക്കി ടോയ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിന്റെ റൂൾസ് എന്താ വെച്ചാൽ, ഒരു 3 വട്ടം നമ്മൾ 3 വട്ടം മാത്രം ഇതിൽ ബസർ അടിക്കാൻ പറ്റും. ബസർ അടിക്കാതെ നമ്മൾ ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ കൊണ്ടുപോകണം. അതാണ് ഇതിന്റെ ഒരു ഇത് പറഞ്ഞാല്. നല്ല രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലെന്തായാലും വെക്കേഷനൊക്കെയാണ്, അപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കാവും. വെറുതെ ഇരുന്ന് ഈ ഫോണിലൊക്കെ കളിച്ച് ആർക്കായാലും ഫോണിൽ കളിച്ചാലും ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ടൈമിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗെയിമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.